അങ്ങനെ നെൽമണി പോലും കേടുവരുത്താതെ അതിൻ്റെ ഉള്ളിലുള്ള അരിയെടുത്ത് അത് നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനുണ്ടല്ലോ, നാം അറിയാതെ നമ്മളെ തളർത്താൻ സാധിക്കും. അതുകൊണ്ട് തസ്മാൽ ജാഗ്രത ജാഗ്രത, കൂടുതൽ ജാഗ്രത അരിൽ വേണം, മനസ്സിൻ്റെ കാര്യത്തിൽ വേണം. ഇത് ഓർമ്മിപ്പിക്കുകയാണ്, ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. ഈ നരകം സ്വർഗം എന്നുള്ള വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഇത് മറക്കരുത്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, സ്വർഗം എന്ന് പറയുന്നത് സത്വഗുണമുള്ള മനസ്സാണ്. എപ്പോൾ നിങ്ങൾ സമാധാനത്തിലും ശാന്തിയിലും സ്വസ്ഥതയിലും ധൈര്യത്തിലുമാണോ ഉണർന്നിരിക്കുന്നുണ്ടോ, അപ്പം നിങ്ങളുടെ മനസ്സ് സ്വർഗത്തിലാണ്. അതായത് വെൻ വി ലീവ് ഇൻ ദ പ്രസൻറ്റ് വി ആർ ഇൻ ദ ഹെവൻ ആണ്. നിങ്ങൾ എപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുന്നുണ്ടോ നിങ്ങൾ സ്വർഗത്തിലാണ്. എപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ തളർത്തിക്കൊണ്ട്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും ചിന്തിച്ചുകൊണ്ട്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട്, പരാതികൾ പറഞ്ഞുകൊണ്ട്, വിഷമം പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നോ, അപ്പം നമ്മൾ നരകത്തിലാണ്. ദുഃഖത്തിലിരിക്കുന്ന മനസ്സാണ് നരകത്തിൽ. അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ ദുഃഖത്തിലിരിക്കാൻ, വിഷമത്തിലിരിക്കാൻ, വിഷമങ്ങൾ പറയാൻ അനുവദിക്കരുത്. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. എന്തു വരുന്നുവോ അത് നിങ്ങളുടെ പ്രാരബ്ധം. നിങ്ങളതിനെ കൈകാര്യം ചെയ്യുന്നോ അത് നിങ്ങളുടെ പുരുഷാർത്ഥം എന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ വിവേകം എന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഭാഗവതം നേടിത്തരുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ ഇവിടെ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത മഹാരാജാവ്. നോക്കൂ, അങ്ങ് പറഞ്ഞല്ലോ ഈ നരകം എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ അവിടെ കിട്ടുന്നു. അപ്പം ഞാനും ഇപ്പോൾ ഒരു മഹാപാപം ചെയ്തിട്ടുണ്ട്. ധ്യാനനിരതരായിരിക്കുന്ന ഒരു മഹർഷിയുടെ കഴുത്തിലേക്ക് ചത്ത പാമ്പിനിട്ടിട്ട് അദ്ദേഹത്തിനെ അവമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാപം ഞാൻ അനുഭവിക്കേണ്ടതുണ്ടോ? പരീക്ഷിത്ത മഹാരാജാവിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ എനിക്കൊരു വഴി പറഞ്ഞു തരണം. എന്താ വഴി? ഞാൻ ഏതൊക്കെ ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടോ, ആ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സ് അതിനോട് ഒട്ടിപ്പിടിക്കാതെ എൻ്റെ മനസ്സിനെ അതിൽ നിന്നും ഉയർത്താനുള്ള ഒരു വിദ്യ എനിക്ക് പറഞ്ഞു തരണം. വെൻ ഐ ഗോ വിത്ത് ട്രാജഡി, എൻ്റെ മനസ്സ് ട്രാജഡിയിലേക്ക് മുങ്ങിപ്പോവാതെ അതിൽ നിന്നും ഉയർത്താനുള്ളൊരു കഴിവ്. ഒരു അസുഖം എനിക്ക് വന്നു, ആ അസുഖം എന്നെ പിടികൂടിയിരിക്കണോ, എന്നെ തളർത്തുന്ന സമയത്ത് എൻ്റെ ശരീരം തളരുമ്പോൾ ആര് തളരരുത്? എൻ്റെ മനസ്സ് തളരാതിരിക്കാനുള്ള ആ വിദ്യ എനിക്ക് പറഞ്ഞു തരണമെന്ന്. അങ്ങനെയാണെങ്കിൽ നാം ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങൾ, പാപരൂപത്തിലുള്ള കർമ്മങ്ങൾ, അത് നമുക്ക് ദുഃഖങ്ങളാകുന്ന പാപഫലങ്ങളെ തരുമ്പോൾ നമുക്ക് ഈ വിദ്യ അറിയുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം? മനസ്സതിൽ മുങ്ങിപ്പോവാതെ മനസ്സിനെ ഉയർത്താം. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു സംസ്കാരത്തെയാണ്, ഭാഗത്തെയാണ് 6ാമത്തെ സ്കന്ധത്തിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പഞ്ചമസ്കന്ധം ഇവിടെ ഉപസമരിപ്പിക്കണു. ഇനി നമുക്ക് 6ാമത്തെ സ്കന്ധമാണ്. 6ാമത്തെ സ്കന്ധത്തിൽ വിഷയം വരുന്നത് പോഷണം എന്നുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംപോഷിപ്പിക്കുക, വേണ്ട വിധത്തിൽ ആരോഗ്യമുള്ളതാക്കി തീർക്കുക. ശരീരത്തിനെ പോഷിപ്പിക്കാൻ എന്ത് വേണം? ആഹാരാദികൾ വേണ്ടേ? നമുക്ക് ജീവിക്കാൻ നല്ലൊരു ചുറ്റുപാട് വേണമെങ്കിൽ സമ്പത്ത് വേണം. അപ്പം സമ്പത്തുണ്ടെങ്കിലേ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് ജീവിതത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ശരീരത്തിനെ പോഷിപ്പിക്കണമെങ്കിൽ ആഹാരാദികൾ വേണം. അങ്ങനെ ഓരോന്നിനും നല്ല സാധനങ്ങൾ വേണം എന്നതുപോലെ മനസ്സിനെ പോഷിപ്പിക്കാൻ എന്ത് വേണം? അതാണ് നമ്മൾ ആരും മനസ്സിലാക്കി വെക്കാത്തത്. മനസ്സിനെ പോഷിപ്പിക്കാൻ നല്ല ചിന്തകൾ വേണം, നല്ല സംസ്കാരങ്ങൾ വേണം. ഏത് സംസ്കാരങ്ങൾ? മനസ്സിൽ ദുഃഖങ്ങൾ കടന്നു പോകുമ്പോഴും അത് നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത വിധത്തിൽ ഉയർത്താനുള്ള വിദ്യ നമ്മുടെ മനസ്സ് നേടിയെടുത്തു കഴിഞ്ഞാൽ ആ സംസ്കാരത്തെയാണ് മനസ്സിനെ പോഷിപ്പിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്. പോഷിപ്പിക്കുക ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അതായത് നിങ്ങൾ സൈക്ലിംഗ് പഠിക്കണം, കുട്ടിക്കാലത്തെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. നിങ്ങളത് നല്ലവണ്ണം അഭ്യസിച്ച് നിങ്ങൾ സൈക്ലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ ചെറിയൊരു വരമ്പിലൂടെ, പണ്ടൊക്കെ വരമ്പുകളുണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ ഇടവഴികൾ റോഡുകളൊക്കെയും മാറി, അങ്ങനെ ചെറിയൊരു സ്ഥലത്തുകൂടെ നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിയാൽ അപ്പം നിങ്ങൾ താഴെ വീഴും.
എന്നാലും നിങ്ങൾക്ക് വെൽ ബാലൻസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പതറിയാലും സൈക്കിൾ നേരെ തന്നെ പോകും. അപ്പോൾ ഒരേ സമയം നിങ്ങൾക്ക് ആ വരമ്പിലൂടെ പോവുകയും വേണം, അതേസമയം നമ്മൾ ഒരിക്കലും മറന്ന് വീഴുകയും ചെയ്യരുത്. ഇതെന്താണ് അതിനുള്ള വിദ്യ? ഇതെങ്ങനെയാണ് സാധിക്കുക? ഇതുപോലെ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ ചെയ്തു വച്ചിരിക്കുന്ന ഏതെങ്കിലും പാപകർമ്മങ്ങളുണ്ടാവും. പറയാൻ പറ്റില്ല ഏതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന്. വിതുരരുടെ ജന്മത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. വിതുരര് യമരാജാവായിരുന്നു അത്രേ പണ്ട്. എങ്ങനെയാണ് അത്രേ അദ്ദേഹം വിതുരരുമായിട്ട് വന്നത്? പണ്ട് അണിമാണ്ഡവ്യൻ എന്ന് പറയുന്നൊരു രാജാവുണ്ടായിരുന്നു അത്രേ. ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ മോഷണം നടന്നു. അപ്പോഴേക്കും ശബ്ദകോലാഹലങ്ങൾ കേട്ട് പാറാവുകാർ ചാടി എണീറ്റു. ഭാണ്ഡങ്ങളുമായി ഓടുന്ന കള്ളന്മാരെ കണ്ടു. പുറകിലൊരു പിന്തുടർന്നു. ഓടി ഓടി എത്തിയത് അണിമാണ്ഡവ്യൻ തപസ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ കള്ളന്മാരെത്തിയത്. ഇവരെന്ത് ചെയ്തു? ഭാണ്ഡം അവിടെ ഇട്ടിട്ട് അവർ സ്ഥലം വിട്ടു. ഇയാളുടെ ഒരു കഷ്ടകാലം നോക്കണേ. ഭടന്മാർ വന്ന് നോക്കുമ്പോൾ ഭാണ്ഡത്തിൻ്റെ അടുത്ത് ഒരാൾ കേമായിട്ട് കണ്ണടച്ചിരിക്കുന്നു. രാജാവിൻ്റെ സമ്പത്താണ്. കൊണ്ടുപോയി ഇയാളെ തൂക്കി പിടിച്ച് കൊണ്ടുപോയി. രാജാവിനോട് പറഞ്ഞു, മുതലും കിട്ടി കള്ളനെയും കിട്ടിയെന്ന്. എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന്? ശൂലത്തിൽ തറച്ചു നിർത്തുമെന്നു. രാജാവ് ആളെ പോലും കണ്ടില്ല. അങ്ങനെ ഇയാളെ ശൂലത്തിൽ തറച്ചു നിർത്തി എന്നാണ് പറയുന്നത്. ശൂലത്തിൽ തറച്ചു നിർത്തിയാൽ പിന്നെ എന്താ ഉണ്ടാവുക? ഇത്രയൊക്കെ ചിന്തിക്കാണ്ടോ? ശൂലത്തിൽ തറച്ചു നിർത്തിയാൽ ആള് തീരും. കുറേ കാലത്തിന് ശേഷം അയാൾ ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ അയാൾ മരിച്ചതിന് ശേഷം യമരാജാവിനെ കാണുകയാണ്. കണ്ടതും പിടിച്ചു താടിക്ക്. യമരാജാവിൻ്റെ ഒന്ന് താടി ഉണ്ടായിരുന്നു. നിങ്ങളെന്ത് തോന്നിവാസ ചെയ്തത്? ഞാനൊരു തെറ്റും മറഞ്ഞുകൊണ്ട് ഈ ജന്മം ചെയ്തിട്ടില്ല, എന്നിട്ട് എന്തിനെന്നെ ശൂലത്തിൽ തറച്ചു നിർത്തിയെന്ന്. യമരാജാവ് പറഞ്ഞു, 1 മിനിറ്റ് ഒന്ന് നോക്കട്ടെ എന്ന്. ഇയാളുടെ അക്കൗണ്ട്സൊക്കെ എടുത്ത് നോക്കി. നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഒന്നുമില്ല എന്ന്. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരാൾ എഴുതി വയ്ക്കുന്നില്ലേ? ആ ഉള്ളിൽ എഴുതി വയ്ക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ പറഞ്ഞു, എന്താണ്, കുട്ടിയായിരിക്കുന്ന സമയത്ത്, അതായത് ഒരു പൂമ്പാറ്റയെ പിടിച്ച് ഈർക്കിൽ കോർത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എന്തൊക്കെ ഈർക്കലുകളാവോ കോർത്തിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാണത്രേ ഈ ശൂലത്തിൽ കുത്തി നിർത്തിയതെന്ന്. ഉടനെ യമരാജാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുട്ടികൾക്ക് തെറ്റും ശരിയോ അറിയോ? അവരറിയാതെ ചെയ്തതല്ലേ. ഇന്നത്തെ കാലത്താണെങ്കിൽ അറിഞ്ഞുകൊണ്ട് പോലും നമ്മൾ ബാറ്റായിട്ടാണ് നടക്കുന്നത്. രാത്രി കൊതുകിനെ കൊല്ലാൻ പുതിയൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം ഇതില്ലാത്തപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നരകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ജീവിതം നരകമാവാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്തതിന് അങ്ങനെ ഇത്ര ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ ശരിയേ ഇല്ല. അങ്ങനെ അണിമാണ്ഡവ്യൻ ശപിച്ചു അത്രേ യമരാജാവിനെ, നീ ഒരു ശൂദ്രജൂനിയിൽ പോയി ജനിക്കാൻ ഇടവരട്ടെ എന്ന്. അങ്ങനെയാണത്രേ യമരാജാവ് വിതുരനായി ജനിച്ചത് എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇനി ചിന്തിച്ച് കളയേണ്ട സമയം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞോടത്തോളം കഴിഞ്ഞു. അതൊക്കെ ഒരു കഥ പോയി. ഇനി അതിലേക്ക് മനസ്സ് കൊണ്ടുവരുത്, അയ്യോ ഞാൻ 20 വർഷം മുമ്പ് അന്നൊരു പാപം ചെയ്തിട്ടുണ്ടല്ലോ, അതിനി എൻ്റെ പിന്നാലെ വരുമോ, അതെൻ്റെ പിന്നാലെ വരുമോ? വരേണ്ട ആവശ്യമില്ല, വന്നുകൊണ്ടിരിക്കുക. അത് ഇരുന്നിരുന്ന് ചിന്തിച്ചാൽ പിന്നെ അത് വരാണ്ടിരിക്കുമോ? പിന്നെ അതിന് വരാൻ സമ്മതിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഒരു പുതിയ അധ്യായം. ഒരു രാജാവിൻ്റെ കഥയും കൂടി പറഞ്ഞ് ഞാൻ ഉറപ്പിക്കാം, അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കളവ് പോയി. എന്തോ സമ്പത്ത് ഇതുപോലെ കളവ് പോയി. ഭടന്മാർ നോക്കുമ്പോൾ ആ സമ്പത്ത് അപഹരിച്ച് ഖജനാവിൻ്റെ ഭാഗത്ത് നിന്ന് ഓടുന്ന സമയത്ത് ആ ഓടിയ വ്യക്തിയുടെ കാലടികൾ അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതിലൊരു നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു ഈ രാജാവിൻ്റെ. അയാളതൊക്കെ ശരിക്കും മനസ്സിലാക്കി വരകളൊക്കെ ഏതൊക്കെ ഭാഗത്താണ് അയാളൊക്കെ ഒപ്പിയെടുത്ത് സ്കെച്ചൊക്കെ എടുത്ത് കള്ളനെ പിടിക്കാൻ വേണ്ടി നടന്നു. അങ്ങനെ കള്ളൻ പോയ വഴികളൊക്കെ നോക്കി അങ്ങനെ പോയപ്പം ഒരു വയൽ, അത് കഴിഞ്ഞ ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പം അവിടെ ഗംഭീര പ്രഭാഷണവും ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സപ്താഹത്യായിരിക്കും. അവിടെയാണ് ഈ കള്ളൻ്റെ കാലടികൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഭടന്മാരവിടെ കാത്തിരുന്നു. എന്നിട്ട് അവിടെ കുറച്ച്
മണൽ കൊണ്ട് വിരിക്കാൻ പറഞ്ഞു അമ്പലക്കാരോട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ഭക്തന്മാരോട് പറഞ്ഞു ഓരോരുത്തരായിട്ട് അതിലെ ചവിട്ടി പോവാൻ. ഈ ഉദ്യോഗസ്ഥൻ നോക്കിയിരിക്കുകയാണ്. എന്ത്? കാലടി. ഏതോ ഒരുത്തൻ കള്ളനാണ്, നല്ല ഉറപ്പുണ്ട്. അങ്ങനെ അവനും കാലങ്ങോട്ട് വെച്ചതും കാലെടുത്തതും ഉദ്യോഗസ്ഥന് മനസ്സിലായി ഇവൻ തന്നെ കള്ളൻ. പിടിച്ചു, രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവ് ചോദിച്ചു, നീയാണോ കട്ടതെന്ന്? പറഞ്ഞു രാജൻ, ഞാൻ കള്ളനല്ല എന്ന്. നോണ പറയുന്നു രാജൻ, ഞാൻ അത്ര തെളിവോട് കൂടിയിട്ട് അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെ അങ്ങയുടെ മുഖത്ത് നോക്കി ഇവനിങ്ങനെ കളവ് പറയാൻ പറ്റുന്നത്? രാജാവ് ചോദിച്ചു, അങ്ങാണോ കട്ടത്? ഞാൻ കള്ളനല്ല രാജൻ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ മന്ത്രിമാരോട് വെച്ചു, നിങ്ങളെന്താ കള്ളനല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത്? രാജൻ, അങ്ങ് ശിക്ഷ കൊടുക്കൂ എന്നാ അവൻ സത്യം പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ഒരു ഇരുമ്പ് ചട്ടുകം പഴിപ്പിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇരുമ്പ് ചട്ടുകം പഴിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങ് കള്ളനല്ലെങ്കിൽ അങ്ങയുടെ കൈ പൊള്ളില്ല, അങ്ങ് കള്ളനാണെങ്കിൽ അങ്ങയുടെ കൈ പൊള്ളുന്നു. അയാൾ പറഞ്ഞു, ഞാൻ കള്ളനല്ല. അയാൾ എടുത്തു, കൈ പൊള്ളിയില്ല, കൈ പൊള്ളിയില്ല. താഴെ വെച്ചു. രാജാവിന് അത്ഭുതമായി. രാജാവ് കാൽക്കൽ വീണു. അങ്ങ് മഹാത്മാവാണെന്ന് തോന്നുന്നു. ചോദിച്ചു, മന്ത്രിമാരോട് പറഞ്ഞു, ഇതെങ്ങനെ നിങ്ങൾ ഈ വിഡ്ഢിത്തം കാണിച്ചു? രാജൻ, ഇതിലെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഇയാൾക്ക് ഒരേ സമയം കള്ളത്തരവുമുണ്ട്, അതേസമയം ഇയാൾക്ക് സിദ്ധിയുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാൻ വഴിയില്ല. കാരണം ഇയാളുടെ കൈ പൊള്ളാത്തത് ഒരത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. സത്യം തുറന്നു പറയാൻ പറയൂ രാജൻ. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, സത്യം പറയൂ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, സത്യം പറയാലോ, ഞാനാണ് മോഷ്ടിച്ചത്, സംശയമില്ല കാര്യത്തിൽ. പിന്നെ ഞാൻ എന്തുകൊണ്ട് കള്ളനല്ല എന്ന് പറയുന്നു? ഞാൻ ആ സത്സംഗത്തിൽ പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ കള്ളനല്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ മുക്തരായിന്ന്. ആ നിമിഷം മുതൽ ഞാൻ ഉറപ്പിച്ചു, ഞാനൊരു കള്ളനല്ല എന്ന്. ഇനി ഞാൻ ആ ജന്മങ്ങളിലേക്ക് പോകുന്നില്ല, ഇനി ഞാൻ കള്ളനല്ല. അപ്പം കള്ളനായിരുന്ന ജന്മം എൻ്റെത് കഴിഞ്ഞു. എളുപ്പമാണോ ഈ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയതൊന്നും ഏറ്റിക്കൊണ്ട് നടക്കാൻ ആരെ സമ്മതിക്കരുത്? മനസ്സിനെ സമ്മതിക്കരുത്. അതാണ് പലർക്കും ഉണ്ടല്ലോ ജീവിതത്തിൽ ദുരന്തമായി തീരുന്നത്. അവർ എന്തോ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ യൗവനത്തിലൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടാവും. ആ മിസ്റ്റേക്കുകൾ തന്നെ ആലോചിച്ച് ഇനിയിപ്പോൾ അതിന് ശിക്ഷ ഉണ്ടാവും, അതിന് വല്ല പാപങ്ങളുണ്ടാവും, ദൈവം എന്നെ ശിക്ഷിക്കുമോ, ഞാനിനി എവിടെ പോവും? ഇതിങ്ങനെ ആലോചിച്ച് ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ. അവർ നരകമാക്കി തീർക്കുകയാണ് തൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും. ഭാര്യ ഭർത്താവിനെയും കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ, ഇദ്ദേഹത്തിന് ഉറക്കേയില്ല, തീരെ ഉറക്കം കിട്ടുന്നില്ല എന്ന്. ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? ഉറക്കം കിട്ടുന്നില്ല, രാത്രി പാവം തീരെ ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചു. ഇല്ലേ, ഞാൻ ഓരോരോ പഴയ കഥകളൊക്കെ പറയും, ആ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഉറങ്ങുക ചെയ്യാറ്, പക്ഷേ ഇദ്ദേഹം ഉറങ്ങാറില്ല പറഞ്ഞു. അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മിക്കവാറും ദിവസങ്ങളിൽ ഈ പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ഇയാളാണെങ്കിൽ ഉറങ്ങാൻ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും, കേൾക്കൂ നിങ്ങൾ, സ്നേഹമില്ലേ നിങ്ങൾക്കൊന്നും? പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളല്ലാതെ പിന്നെ ആരാ കേൾക്കുക? നാട്ടുകാരെ വിളിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? പിന്നെ ഒരു കുത്ത് തുടങ്ങി. അവസാനം ഡോക്ടർ പേര് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ ചോദിച്ചു. എൻ്റെ പേര് മീനാക്ഷി എന്നാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കരൻ എന്നാണെന്ന്. ശരി, മീനാക്ഷി എന്ന് പേരെഴുതി, 3 ഗുളികകളും എഴുതി. ഡോക്ടറെ, എനിക്കല്ല രോഗം ഡോക്ടറെ, ഇങ്ങോർക്കാണ് രോഗം. ഉടനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ അയാളുടെ രോഗം മാറും. ഇപ്പം അയാൾക്കല്ല രോഗമുള്ളത്, രോഗം നിങ്ങൾക്കാണ് ഉള്ളത്, നിങ്ങളാണ് ചികിത്സ നടത്തേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നമുക്കാണ് രോഗം നമ്മൾ അറിയുന്നില്ല. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിലർക്കാണെങ്കിലുണ്ടല്ലോ ആ പഴയ ഹിസ്റ്ററി പറയാൻ വലിയ ഇഷ്ടമാണത്. അവരാ ലോകത്തിലാണ് ജീവിക്കുന്നത്. നല്ലത് പറഞ്ഞോളൂ, ഒരിക്കലും ചീത്തത് പറയേണ്ട ആവശ്യമില്ല. അത് പറയാൻ നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത്. 1 ഇഞ്ച് പോലും ഭഗവാൻ പറയണു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ താഴ്ത്തരുത്. അതൊരു വലിയൊരു പ്രഖ്യാപനമായിട്ട് നമ്മൾ എടുക്കണം. എന്നാൽ അവസാദയെ, മനസ്സിനെ നിങ്ങൾ താഴ്ത്തരുത്. നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അത് നിങ്ങൾ നരകമാക്കുകയാണ്, മറ്റുള്ളവരുടെ ജീവിതം നരകമാക്കുകയാണ്. അതാണ് ഈ പ്രായമുള്ളവർക്കുള്ള വിഷമം. അവരുണ്ടല്ലോ, ആരെങ്കിലും മുന്നിൽ വരുമെന്ന സമയത്ത് ഇല്ലാത്ത വേദനകളും ഉണ്ടാക്കി പറഞ്ഞ് ഒരറ്റം മുതൽ ഒരറ്റം വരെ അവരങ്ങോട്ട് തുടങ്ങും. അത് കേൾക്കുമ്പോഴേക്കും മറ്റുള്ളവർക്ക് തോന്നും ഇവർക്ക് ഒരു ഭാഗം വേദന ഉള്ളൂ, ഇത് കേട്ടിട്ട് എനിക്ക് മൊത്തം വേദനയുണ്ട്. അത്
അതുകൊണ്ടാണ് അവർ ബോറടിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നമ്മൾ നരകത്തിൽ നിന്നും ഉയർത്തിക്കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ തന്നെ പാടിയിരിക്കരുത്. നരകത്തിൽ നിന്നും ഒരു ദിവസം കയറും അതിൽ നിന്ന്. എന്നിങ്ങനെ കരകയറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നും നരകത്തിലാണത്. അങ്ങനെ നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്തിക്കൊണ്ട് നമുക്കും പ്രയോജനം ചെയ്യണം, മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് മനസ്സിനെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പം അതൊന്നും അലട്ടാത്ത വിധത്തിൽ ഉയർത്താൻ സാധിക്കുക? ഇതാണ് 6-ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മളെ കടത്താൻ ഇവിടെ തുടങ്ങുന്ന കാര്യം. അപ്പോൾ പോഷണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകളെ കൊണ്ട് പോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, നല്ല അറിവുള്ള സംസ്കാരത്തെ കൊണ്ട് പോഷിപ്പിക്കാൻ സാധിച്ചാൽ ദുഃഖത്തിൽ നിന്ന് അതീതരാവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്, അർജുന ഗദാസോംശ്ച ഗദാം സോംശ്ച നാനുശോചന്തി പണ്ഡിതാം. അർജുന ഗദാം സോശ്ച ഗദാം അഗദാം സോശ്ച, മരിച്ചുപോയവരും പോയിക്കൊണ്ടിരിക്കുന്നവരെക്കുറിച്ചും വിവേകികളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പം നമ്മുടെ മനസ്സിനൊരു പാണ്ഡിത്യം കൈവരിക്കാൻ സാധിച്ചാൽ വേണമെങ്കിൽ ഏത് ദുരന്തത്തിലും തളരാത്ത പതറാത്ത ഒരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങളൊരിക്കലും സമൂഹത്തെ, ചുറ്റുപാടിനെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗത്തിലെ കുറ്റം പറയില്ല. നമ്മൾ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർത്താൻ സാധിക്കാതെ വരുമ്പോഴാണ്. ഉയർത്താൻ സാധിക്കുന്നവരൊന്നും മനസ്സിലാവുന്നില്ലേ? ഉയർത്താൻ സാധിക്കുന്നവരൊന്നും മറ്റൊരാളെ കുറ്റം പറയില്ല. കുറ്റം പറയുന്നുണ്ടോ അവർക്ക് അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിച്ചില്ല. അപ്പോൾ രോഗങ്ങളായാലും ശരി, ബന്ധുക്കളായാലും ശരി, മിത്രങ്ങളായാലും ശരി, ചുറ്റുപാടായാലും ശരി, ഏതായാലും ശരി, നമ്മുടെ മനസ്സ് നമുക്ക് ഉയർത്തണം. അതിന് ഇവിടെ 6-ാമത്തെ സ്കന്ധം തുടങ്ങുന്നു. അവിടെ നിവൃത്തിമാർഗകഥിത ആദോ ഭഗവതായതാം ക്രമയോഗോപലബ്ധേന ബ്രഹ്മണായത സംസൃതി പ്രവൃത്തിലക്ഷണശ്ചൈവ ത്രൈഗുണ്യ വിഷയോ മുനേ യോസോ അലീന പ്രകൃതി ഗുണസർഗ പുനഃപുനാം. ഇവിടെ 2 ലക്ഷണങ്ങൾ, പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ, ശരീരത്തിലൂടെ ഇൻവോൾവ് ചെയ്യുന്ന ജീവിതത്തെ പ്രവൃത്തി എന്ന് പറയും. അതേ മനസ്സിനെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വ്യാപരിക്കുമ്പോഴും, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ അനുഭവിക്കുമ്പോഴും അതിൽ നിന്ന് മാറ്റുന്നതിനെ നിവൃത്തി എന്ന് പറയും. ആ മനുഷ്യ മനസ്സിന് മാത്രമുള്ളൊരു കഴിവാണ്. ഇൻവോൾവ്മെൻറ്റും സാധിക്കും. ഏതുപോലെ, ഏത് ജീവി പോലെ? ആമയെപ്പോലെ എന്ന് പറയും. ഇതൊരിക്കലും മറക്കരുത് ഈ ആമയുടെ ഉദാഹരണം. അപ്പോൾ ഇൻവോൾവ്മെൻറ്റും സാധിക്കും, വിഡ്രോവലും സാധിക്കും. നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഇൻവോൾവ്മെൻറ്റ്, എക്സ്ട്രോവേർട്ട് ആവാൻ, ഇൻട്രോവേർട്ട് ആവുന്നതിന് പകരം എക്സ്ട്രോവേർട്ട് ആവാൻ വേഗം സാധിക്കും. കാരണം അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംസ്കാരമാണത്. ഇതാണ് നമ്മൾ പൊതുവേ ഈ പ്രകൃതി സംസ്കാരം എന്ന് പറയുന്നത്, സംസാരം എന്നൊക്കെ പറയുന്നത്. പ്രകൃതിക്കനുസരിച്ച് ചിന്തിക്കുന്നതാണ് പ്രകൃതി സംസ്കാരം. എന്നാൽ പ്രകൃതിക്കനുസരിച്ച് ചിന്തിക്കുമ്പോഴും കടന്നു പോകുമ്പോഴും പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ ഉയർത്തുന്ന സംസ്കാരത്തെയാണ് ആത്മീയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രകൃതി സംസ്കാരവും നമുക്ക് വേണം, ആത്മീയ സംസ്കാരവും വേണം. ആത്മീയം എന്ന് പറയുന്നതുണ്ടല്ലോ, ഞാൻ ആവർത്തിക്കട്ടെ, ഒരു ക്ഷേത്രത്തിൽ പോകുന്നതോ പ്രദക്ഷിണം വയ്ക്കുന്നതോ വഴിപാട് കഴിക്കുന്നതോ അല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും വഴിപാട് കഴിക്കുമ്പോഴും എന്തു ചെയ്യുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക് തിരിയണം. അപ്പം പ്രകൃതി സംസ്കാരത്തിൽ നിന്നും ശ്രദ്ധ ഭഗവത് സംസ്കാരത്തിലേക്ക് തിരിയുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ആ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്, അതിനെ നിവൃത്തി എന്ന് പറയും. ആ ശ്രദ്ധ തിരിക്കാതെ നമ്മൾ അതിൽ തന്നെ ഇൻവോൾവ് ചെയ്യുന്നതിനെ എന്ത് പറയും? പ്രവൃത്തി എന്ന് പറയും. അപ്പം പ്രവൃത്തി സംസ്കാരവും നമ്മുടെ ഉള്ളിലുണ്ട്, നിവൃത്തി സംസ്കാരം നമ്മുടെ ഉള്ളിലില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ എവിടെ തന്നെ സാധിക്കും? നമ്മുടെ ഉള്ളിൽ തന്നെ സാധിക്കും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞിരുന്നത് എങ്ങനെ ഈ സംസ്കാരത്തെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് എനിക്കൊന്ന് അതുനേയ മഹാഭാഗ യഥൈവ നരകാൻ നര
നാനോക്രയാതനന്നോ നീയൽ തന്മേ വ്യാഖ്യാതുമർഹസി. അങ്ങെങ്ങനെയാണ് എൻ്റെ മനസ്സിനെ അതിലേക്ക് ഉയർത്തുന്നതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അതിമനോഹരമായൊരു കഥയിലൂടെ അത് ആവിഷ്കരിക്കുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. 6-ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ കഥയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ എല്ലാ ദുരന്തങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് അതിൽ നിന്നും ഉയർത്താൻ സാധിക്കുന്ന അജാമിളോപാഖ്യാനം എന്നൊരു കഥ നമുക്ക് പറഞ്ഞു തന്ന് അതിലൂടെ നമുക്കൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരികയാണ്. അതായത് ഏത് മനസ്സിനും ഉയരാനുള്ള കഴിവുണ്ട്. ആ ഉയരാനുള്ള കഴിവ് വേണ്ടത്ര മനസ്സിലാക്കിക്കൊണ്ട് അത് അവനവൻ തന്നെ ഉയർത്തണം. നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ വേറൊരാൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ തുടക്കത്തിലൊക്കെ പിടികൂടിക്കൊണ്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതം ഏറെക്കുറെയൊക്കെ കൊണ്ടു നടന്നാലും നിങ്ങൾ കരുതരുത് ഈ ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരില്ല എന്നുള്ളത്. പൂന്താനത്തിൻ്റെയൊക്കെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം എന്നും ഗുരുവായൂരിൽ വരും, എന്നും ഗുരുവായൂരപ്പനെ ഭജിക്കും. അങ്ങനെയൊക്കെ ഭജിച്ച് 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 ക്രമേണ അദ്ദേഹത്തിന് മനസ്സിലായി ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവ് തന്നെയാണെന്ന്. ആ ഒരു തലത്തിലേക്ക് വന്ന് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രാരബ്ധം മകൻ്റെ മരണം അനുഭവിക്കേണ്ടി വരുന്നത്. ആ മകൻ്റെ മരണം എന്ന് പറയുന്ന പ്രാരബ്ധം ഒരു പക്ഷേ മനസ്സിനെ അല്പം വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹം തളരാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഗുരുവായൂരിലിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്നല്ല പറഞ്ഞത്, തന്നിലിരിക്കുന്ന ഭഗവാനിലേക്ക് എൻ്റെ മനസ്സ് തിരിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും പുത്രനായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണമോ മക്കളായിട്ട് എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തെ, ആ ഒരു പ്രാരബ്ധത്തെ, ആ ഒരു ഭഗവത് പരീക്ഷണത്തെ അദ്ദേഹത്തിന് അതിവർത്തിക്കാൻ സാധിച്ചു. അദ്ദേഹം തന്നെയല്ലേ പ്രയത്നിച്ചത്? ആണോ? അതോ അദ്ദേഹത്തിന് വേണ്ടി വേറൊരാൾ പൂജ ചെയ്തുകൊണ്ട് സാധിപ്പിച്ചതാണോ? അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ക്രമേണ ഉയരണം. നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട്. അതിനുള്ള അറിവ് വളരെ വ്യക്തമായി അജാമിളോപാഖ്യാനത്തിലൂടെ അതിസുന്ദരമായിട്ട് പറഞ്ഞു തരുന്നു. Hari Om. For details, contact